ഹലോ ഗായ്സ്, ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞങ്ങൾ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചാച്ചു ഉണ്ടാക്കാൻ പോണത് മുത്താറി പായസമാണ്. ഗ്യാസൊക്കെ കത്തിച്ച് വെള്ളം വെച്ചിടണം. ഇനി തീ കുറക്ക് ചാച്ചു. എനിക്കിങ്ങനെ തീ കുറച്ചാലും തീ കുട്ടിയാലും അങ്ങനെയൊന്നും എനിക്കറിയില്ല. ഇനി മുത്താറിപ്പൊടി ഇട്. ഇതാണ് മുത്താറിപ്പൊടി. ഇതാണ് മുത്താറിപ്പൊടി. ഇത് എത്ര സ്പൂൺ വേണം? മുത്തറിയോ? ഒരു മമ്മാക്കും ഉപ്പപ്പാക്കൊക്കെ ഉണ്ട്. അത് അടുത്തൊക്കെ പിടിച്ചിട്ടിടുക, അല്ലെങ്കിൽ അവിടെ തലത്ത് പോകും. ഒരു 3 സ്പൂൺ ഇട്ടോ. 3 സ്പൂൺ ഇട്ടോക്കെ ഫസ്റ്റ്. അതിലേക്ക് കട്ട ആക്കണ്ട, അത് പൊടി കട്ടയാവും. 1 സ്പൂൺ കൂടെ ഇട്ടോ. ഇതുണ്ട് ഇവിടെ കള്ളൻ ജിതു. എന്ത് ബോട്ടില്? വെള്ളം ഇങ്ങോട്ട് എടുത്തോക്കട്ടെ. ഇളക്കി കൊടുക്കല്ലേ, കട്ടയാവും. ഞാൻ ഇളക്കി തരാം. തീ കുറച്ചിട്ടില്ലേ? ഇപ്പൊ ഇത് നല്ലോണം ഇളക്കി കൊടുക്കുക. അത് മിക്സായി. പിന്നെ ചെയ്തു ആ ബെല്ലം ഇട്. ശർക്കര ഒരു 1/2 പീസ് ശർക്കര. ഇളക്കട്ടെ. ഇളക്ക്. ഇന്ന് ഞങ്ങള് മാത്രമേ ഉള്ളൂ, ഞാനും ചാച്ചും ജിതും. ജാക്കില്ല, ജിത്തുമില്ല. ഒരു കാസർഗോഡ് പോയി. കാസർഗോഡ് പോയി. അനിയത്തിൻ്റെ ഭർത്താവ് വന്നിട്ടുണ്ട് ഗൾഫിൽ നിന്ന്. അപ്പോൾ ഓരോ കൂട്ടുകാരൻ്റെ വീട്ടിൽ കൂടലുണ്ട്, അതിന് വേണ്ടിയിട്ട് പോയതാണ്. 2-3 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ഉമ്മയും ഉപ്പയും മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. ചാച്ചു പിന്നെ ഒക്കെ അടുക്കളൻ്റെ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഏകദേശം എല്ലാം കഴിഞ്ഞ് പെയിൻ്റൊക്കെ അടിച്ച് പകൽ കാണിച്ചു തരുന്നുണ്ട്. ശരിക്ക് ജനലൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ജനലൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ജനലും കമ്പിയൊന്നും അടിച്ചിട്ടില്ല. 2 ജനലടിക്കാണ്ട്, ബാക്കിയൊക്കെ അടിച്ചു. ഞങ്ങൾക്ക് ഗ്യാസും ഇതൊക്കെ ഇങ്ങോട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് തീ കൂട്ടി വെച്ചു. ഒക്കെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ഇടങ്ങാറായിരുന്നു പുറത്തൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ ഒക്കെ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് ഗ്യാസൊക്കെ ഇങ്ങോട്ട് മാറ്റി. ഇനി ഫ്രിഡ്ജുണ്ട് അപ്പുറത്ത്, അത് എടുത്ത് വെക്കണം. ടേബിൾ ഇപ്പോൾ ആ സൈഡിലാണ്. ഇനിയും പാത്രങ്ങളൊക്കെ അവിടെ ശരിക്കും എടുത്ത് വെക്കാനൊക്കെ ഉണ്ട്. ഇനിയും കുറേയൊക്കെ ഒന്നും ശരിയായിട്ടില്ല. ശരിയാവണം. ജിതു, വാപ്പച്ചിനെ കാണാനായിട്ട് എങ്ങനെയുണ്ട്? എങ്ങനെ? ഇവിടെ ഇരിക്കേ, ഞാൻ ചോദിക്കട്ടെ എന്നോട്. ഇവിടെ ഇരിക്കേ, ഇങ്ങോട്ട് നോക്ക്. ഇനി പറ. സങ്കടം വരിക വാപ്പച്ചിനെ കാണാനായിട്ടോ? അതെന്താ? കാലിലൊക്കെ മുറിയൊന്നും ആയിട്ടില്ലല്ലോ. ഇതെങ്ങനായതാ? ഓടി കളിച്ചിട്ട്. കാല് താഴെ വെച്ച് എൻ്റെ മുഖം കാണില്ല. ഓരോ കുട്ടികള് ഈ ഇങ്ങോട്ട് നോക്ക്. ഇതിന്റെ മുഖത്തിന്റെ സൈഡ് മാത്രമേ കാണൂ. എന്നിട്ട് ഉമ്മച്ചിനെ നോക്കിയിട്ട് പറ, ഇതൊക്കെ നോക്കിയിട്ട് പറ വാപ്പച്ചിനെ കാണാനായിട്ട് എന്താണ് സ്ഥിതിന്ന്. നല്ല സന്തോഷമുണ്ട് വാപ്പച്ചിനെ കാണാനായിട്ട്. സമാധാനമുണ്ട്. എന്താണുള്ളത് പിന്നെ? സങ്കടമുണ്ട്. ഉപ്പ കരയും ചെയ്തു. കുറച്ച് രമ്യച്ചിക്കനുണ്ട് എന്തോ പോലെ. ജിത്തുക്കും ഇല്ല, വാപ്പച്ചിയും ഇല്ല. വീട് ഫുൾ സൈലന്റ് ആയ മതി. 2 പോയിട്ടില്ലേ? മോൻ കാണില്ല. സൗണ്ട് ഒച്ചപ്പാടൊക്കെ. ജിത്തു റീൽസ് കാണുന്നതൊക്കെ.
ജിത്തു എന്നെ ചീത്ത പറയുന്നേ. എവിടെയാണ് നമ്മൾ പറക്കാം. വലിയ സ്ഥലമായിട്ടല്ലേ ഞാൻ പോയിണ്ടാവും നിങ്ങൾ രണ്ടടി അവിടെ നിർത്തിയിട്ട്. അപ്പൊ ഞങ്ങളും ഉണ്ടാവും കൂടെ. അപ്പൊ അങ്ങനെ കളറ് എന്തായി കളറ് ഇച്ചിരി ഉപ്പിടണം. ഇട്. നമ്മള് 2 സാധനങ്ങൾ ഇതിലിട്ടത് പറയാൻ മറന്നുപോയില്ല ചാച്ചു. ഞങ്ങള് വെള്ളം തികയിട്ട് മധുരം കുറവായിട്ട് കുറച്ചും കൂടെ കളറ് നോക്ക്. പിന്നെ തേങ്ങയും ഇട്ട് തേങ്ങ ഇട്ട് കോക്കനറ്റ് ഇട്ടു. പിന്നെ അതിന്റെ അടുക്ക് വേറൊരു സ്ഥലം പോയി ഉപ്പിട്ട് അതില് കുറച്ച്. പിന്നെ പിന്നെന്താ സ്പൂണും വീണ് നന്നായിട്ടുള്ളൂ. ഈ ഉണ്ടാക്കുമ്പോ അങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ കേക്ക് ഉണ്ടാക്കിയില്ലേ? ഒരു ദിവസം ആ കേക്ക് ഉണ്ടാക്കണത് കാണിച്ചു തരണം കേട്ടോ. എനിക്ക് ഇനി ഉണ്ടാക്കാൻ അറിയാത് ഉണ്ടാക്കണത് കാണിച്ചു തരണേ. ഇനി ചൂടാറിയിട്ട് മമ്മി ചെയ്യട്ടെ. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞങ്ങൾ റെസിപ്പി അല്ല എങ്ങനെ ഉണ്ടായാലും എന്നൊക്കെ പറയും. ഇതെങ്ങനെ ഉണ്ടാക്കിയൊന്ന് പറഞ്ഞെന്നാ. ഇതോ ഫസ്റ്റ് നമ്മള് വെള്ളം എടുക്കും. എന്നിട്ട് അത് സ്റ്റവ് വളാക്കും. എന്നിട്ട് മുത്താറിപ്പൊടി ഇടും. മുത്താറിപ്പൊടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കും. എന്നിട്ട് വെള്ളം ഇടും. വെള്ളം ഇട്ടിട്ട് വെള്ളം ശർക്കര ഏതൊരു സ്ഥലം ഇട്ട് കൊടുത്തിട്ട് നമ്മള് ഇങ്ങനെ ഒരു കളറാകുമ്പോ അവിടെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങയിടാ, വേണമെങ്കിൽ തേങ്ങ ഇടണ്ട. അപ്പൊ കുറച്ച് ഉപ്പ് ഇടുക. എന്നിട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊടി ഇടുമ്പോൾ നമ്മൾ നല്ല ഇളക്കിക്കൊണ്ട് എടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പൊ കണ്ടില്ലേ മുത്താറി പായസം ഉണ്ടാക്കുന്ന റെസിപ്പി. ജാച്ചു സ്പെഷ്യൽ മുത്താറി പായസം. സൂപ്പർ കുടിച്ചോക്കിയാലേ വിവരം അറിയുള്ളൂ. മധുരം ഉണ്ടോ നോക്കിയൊക്കെ. ബാങ്ക് കൊടുക്കുന്നു. ചൂടാറിയിട്ട് മമ്മാക്ക് ഉപ്പഭാഗം കൊണ്ടേ കൊടുക്കുക. ജിതു എവിടെ പറ. ജിതു തെറ്റിപ്പോയി. എന്താ ഇവിടെ നോക്കിട്ട് പറ. അവിടേക്കല്ല ഇവിടേക്ക്. ബാപ്പച്ചൻ ജിത്തു ഇവിടെ പോയില്ലേ മംഗലാപുരത്ത്. അപ്പൊ ഇവളെ കൊണ്ടയില്ല. ജിത്തു വിചാരിച്ചകള് ജിത്തു ക്ലാസ് പോയതാണ്. അപ്പൊ ഇവിടെ വന്നിട്ട് ബസ് പോയപ്പോഴറിയില് ജിത്തു ഓരപ്പം ഞങ്ങള് ചില സമയത്ത് ജിത്തു ഞങ്ങള് പോയിട്ടാ പോവല്ലേ, അല്ലെങ്കിൽ നേരത്തെ പോവും, അങ്ങനെ കേക്കും. അപ്പൊ ഇല്ല ഓരവിടെ കിടക്കില്ലേക്ക്. അപ്പൊ ഓ വിചാരിച്ചിട്ടുണ്ടാവും പോയിട്ടുണ്ടാവുന്നത്. അപ്പൊ അതില് നാളെ സ്കൂളിൽ പോവില്ല എന്ന് പറഞ്ഞ് തെറ്റിക്കിടക്കാണ് അവിടെ. അതാണ് ജിത്തുവിന്റെ കഥ. അല്ല ജിതുവിന്റെ കഥ. ജിതുവിനെ പറഞ്ഞയച്ചതാണ് ബാപ്പച്ചിന്റെ കൂടെ. ബാപ്പച്ചിക്ക് ബോറടിക്കുന്നിട്ട് പറഞ്ഞയച്ചത്. നെച്ചുക്കുണ്ട്. ഇതെന്താണ് ഈ കഥ? എന്ത് കഥയാണിത്? മുത്താറി പായസം എല്ലാം കൂടെ എന്താണ് കഴിക്കണേ? ചൂടാറിയിട്ട് ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ടെസ്റ്റർ ഉണ്ട്. ചോക്ലേറ്റിന്റെ ഒരു കളർ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളെ വിശേഷങ്ങൾ. ഇക്ക പോയ ടെൻഷനിലാണ് ജാച്ചും ജിതും. ടെൻഷന് പുരയിൽ ജിത്തും ഇക്കും കൂടെ പെട്ടെന്ന് ഇല്ലാണ്ടായപ്പോൾ, പെട്ടെന്ന് ഓരോ അങ്ങോട്ട് പോയപ്പോൾ എന്തോ പോലെ ഒച്ചപ്പാടില്ലാത്ത പോലെ അല്ലേ ചാച്ചു? രണ്ടാൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു വരുള്ളൂ. തിങ്കളാഴ്ച ഒക്കെ വരുള്ളൂ. അപ്പം എന്തോ ഒരു ജാതി. ഇൻഷാ അല്ലാഹ് വന്നിട്ട് കാണാം. ജിതു ഉണ്ടായതിൻ്റെ ശേഷമൊക്കെ ഇത്രയും 3-4 ദിവസമൊക്കെ മാറിയിരിക്കുന്നത് ഫസ്റ്റ് ടൈം. അവൻ കാണാതെ നിൽക്കലില്ല. എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ഒരു ദിവസം പോയാൽ പിറ്റേ ദിവസം എന്തായാലും ഒക്കെ വരും, അല്ലെങ്കിൽ രാത്രിയെങ്കിലും വരും. പിന്നെ എന്താണ് പോവുകയാണെങ്കിൽ തന്നെ ഇടക്കിടക്ക് ജിതുവിനെ കൊണ്ടുപോകും. പിന്നെ കോട്ടനാടക്ക് ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ നിൽക്കാൻ പോവുകയാണെങ്കിൽ ഞങ്ങള് ഇക്ക വരും. തൊട്ടടുത്തായതുകൊണ്ട് തന്നെ, തൊട്ടടുത്തല്ല, ഒരു 10 കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ എനിക്ക് അങ്ങനെ കാണാതെ നിൽക്കുന്നത് ഉണ്ടാവില്ല. ഇപ്പം 3-4 ദിവസമൊക്കെ ഇങ്ങനെ നിൽക്കുക പറയുമ്പോൾ എനിക്കൊരു ജാതിയുണ്ട്. ആ ടെൻഷനാണ്. സ്കൂളിൽ വന്നപ്പോഴേ എന്തോ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ
വേറെ വിശേഷങ്ങളുമായി അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും.